ജീവിതമൊക്കെ അത്യാവശ്യം അടിച്ചു പൊളിച്ചു പോകല്ലേ? ടിനി എന്നാ ഇറങ്ങിയത്? ഞാൻ ഇറങ്ങാറില്ലല്ലോ. ടിനിയുടെ ഒരു വന്നു ഭാഗ്യം. കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു ട്രിപ്പ് കൂടെ ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. നമ്മുടെ ഈ ഷോയെ അപ്പൊ എന്നെയും കൂടെ അങ്ങ് കൂടെ കൊണ്ടുപോകല്ലോ. അല്ല ഇത് കഴിയുമ്പോ മിക്കവാറും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എയർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആയി കേട്ടു. അല്ല കാര്യം സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ടിനി ടോം എയറിലുണ്ട്. അതെന്താന്ന് വെച്ചല്ലേ, നമ്മള് ഏഷ്യാനെറ്റിൽ വർക്കിയ റെജിമേനോൻ സാർ ഉണ്ടായിരുന്നില്ല? അതെ അതെ. പുള്ളി പറഞ്ഞേക്കണത് ഐദർ ഗുഡ് ഓർ ബാഡ് സേ അബൌട്ട് മീ എന്നാണ്. അപ്പൊ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ നമ്മള് പറഞ്ഞോണ്ടിരിക്കുക, നമ്മള് മരിച്ചു വന്നിരിക്കും. അതെ അതെ. ഇപ്പൊ സാറാണെങ്കിലും ഇടയ്ക്ക് കയറുന്നോണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് കയറണം, കയറിയാൽ നമ്മൾ കുറച്ച് ഇറങ്ങുമല്ലോ. അപ്പൊ ഓർഗാനിക് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. അത് വളരെ നല്ലതാ. മാത്രമല്ല ടിനി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, എന്നെ നശിപ്പിക്കാൻ പുറത്തു നിന്ന് ഒരു ശക്തിയെ ഞാൻ അനുവദിക്കില്ല, അകത്ത് തന്നെ ഞാൻ തന്നെ. എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. പുറത്തൊന്നും ആരെയും നമ്മൾ അനുവദിക്കില്ല. നിരന്തരമായ ഈ എയറിങ് കാണുമ്പോഴേ എന്താ അജയന് തോന്നുന്നത്? അല്ല, എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. രസമല്ലേ? കാരണം എവിടെ നോക്കിയാലും ടിനിറ്റോം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരുന്നത്. ഈ ലേറ്റസ്റ്റ് എന്തായിരുന്നു കിട്ടിയത്? ഇടയ്ക്ക് എന്നോട് ചിലപ്പോ ചില ഉപദേശങ്ങൾ തരാറുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ടിനിയെ പോലെ നേരിലൊക്കെ കയറട്ടെ. ഒന്ന് കയറണ്ടേ? അല്ല, ഇത് ടിനി അറിയാതെ സംഭവിച്ചു പോകുന്നതാണോ അതോ ഡോക്ടർ രജിമേനോൻ പറഞ്ഞതുപോലെ അല്ല എയറിൽ നിൽക്കാൻ വേണ്ടി അടിച്ചു വിടുന്നതാണോ? അല്ല, ഞാൻ പറയാനുള്ളത് വ്യക്തമായിട്ട് പറയും. ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാറുണ്ട്, അതിൽ നിന്ന് മാറാറില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്. അടിച്ചാൽ അതിൽ നിൽക്കും, അതിൽ തന്നെ നിൽക്കും. ചിലപ്പോ ജനങ്ങൾ വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്, ചിലപ്പോ തെറ്റായ രീതിയിൽ. പക്ഷെ ഈ ട്രോൾസ് എന്ന് പറയുന്നത് നമ്മളത് നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. മാത്രമല്ല ബക്രു, ഇതിനകത്ത് വേറെ തമാശ ഉണ്ട്. ടിനി BA പൊളിറ്റിക്സ് മഹാരാജാസ് കോളേജിൽ നിന്ന് പഠിച്ചത്. അപ്പൊ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ കണ്ണ്. അത് മാത്രമല്ല സാറേ, നമ്മളിപ്പോ എയർ കയറണം എന്ന് തീരുമാനിച്ചോണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഏറി കേറൂല. ഇത് അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഓഖി ദുരന്തം, അല്ലെങ്കിൽ കാറ്റടിക്കുന്നത്, ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ളൊരു ചെറിയൊരു പ്രതിഭാസം. അല്ല, എന്റെ സംശയം കൂലി കാളെ വെച്ച് ചെയ്യുന്നതാണോ? ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ആരുമില്ല. എനിക്ക് ഞാൻ തന്നെ മതി. ദൈവം കനിഞ്ഞ എന്നെ തള്ളാൻ ഞാൻ മാത്രം മതി. അല്ല, ഇത് തള്ളി വഴിവിട്ടി വന്ന്. അല്ല, ടിനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ച് ചെയ്ത് ട്രോളായിരുന്നു. എൻജോയ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പൃഥ്വിരാജ് ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞിട്ടൊരു അത് എയറിൽ കയറിയ സംഭവമാണ്. അതെന്തായിരുന്നു അതിനകത്ത് സംഭവം? അതും പിന്നെ ഈ അടുത്ത് ബ്രഹ്മയുഗം ചെയ്തപ്പോ അത് കുറച്ച് കൂടുതൽ കയറി. പക്ഷെ അതിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാല് അത് കേട്ട് കഴിഞ്ഞപ്പോ പലരും ഇത് ഇയാളുടെ ശബ്ദം തന്നെയാണല്ലോ എന്ന്. എന്റെ ശബ്ദമല്ല, ഞാൻ അത് സത്യം തുറന്നു പറയാണ്. വിജയകുമാർ ശബ്ദമല്ല, അല്ല, അത് വിജയകുമാർ വളുവനാട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അതിൽ മമ്മൂക്കക്ക് ശബ്ദം കൊടുത്തത്. ഈ വഴി വന്ന മ്യൂക്കറിക്കാർക്കുള്ളതും കൂടെ ടിനിക്കാണല്ലോ കിട്ടുന്നത്. ആയിരുന്നെങ്കിൽ അവിടെ നിന്നും കുറച്ചുകൂടെ റേഞ്ചിലേക്ക് പോയല്ലേ? എനിക്കൊന്ന് മമ്മൂക്കയുടെ മുമ്പിൽ തന്നെയല്ലേ ഈ ഭ്രമയുഗം അവതരിപ്പിച്ചു. മമ്മൂക്കയുടെ മേക്കപ്പ് തന്നെ മേക്കപ്പ് ചെയ്തത്. പിന്നെ മമ്മൂക്കയുടെ ഒരു ജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാണ്ടിരുന്നാന്ന് വിചാരിച്ചത്. എനിക്കൊന്ന് ഇത് മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിന് വനിതയുടെ പ്രോഗ്രാമിന് അമ്മ ഷോ ആയിരുന്നു. അതെ അതെ. ഭ്രമയുഗം അവതരിപ്പിച്ചത് അമ്മ തന്നെ 6 മാസത്തേക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഭ്രമിച്ചുപോയി. അല്ല, അമ്മയുടെ ഭാര്യകള് തന്നെ വനിതയുടെ ഭാര്യകള് സെലക്ട് ചെയ്തിട്ട് ഒരു സ്കിറ്റ് തന്നെ സുനീഷ് വാരനാടാണ് എഴുതിയത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞു, ഇനി അവരെയും കൂടെ ഏറി കയറ്റാൻ. അല്ല, ഏറി കയറ്റാനല്ല, അത് അറിയണമല്ലോ, കാര്യങ്ങൾ അറിയണല്ലോ. അപ്പൊ അവരെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് എന്നെ തന്നെ വെച്ചിട്ട് മമ്മൂക്കയുടെ മേക്കപ്പ് മാൻ സലാമ രൂപറ്റി ഉണ്ട്, അദ്ദേഹത്തിന് വിട്ടുതന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്ത സംഭവമാണ്. ഒന്നും നോ പറയില്ല, ടിനി എല്ലാം ചെയ്യും. അതാണ് കയ്യെ വന്ന് പിടിച്ചാ ചെയ്തിരിക്കും. അതാ. പക്ഷെ ഇതിനകത്ത് എല്ലാവരും കൂടെ ചെയ്തെങ്കിലും ഈ അപകടം കിട്ടിയത് ടിനിക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുവാങ്ങുന്ന ആളാണല്ലോ. യുദ്ധത്തിന് പോകുമ്പോ ആദ്യത്തെ പട്ടാളക്കാരനാണല്ലോ കുഴപ്പം. അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ 3.5 കോടി മലയാളികളിൽ എനിക്ക് തോന്നുന്നു 1% പോലും ഇല്ല. ഇല്ല, വളരെ കുറച്ച് പേരാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാം കൂടെ ഒരു പരമാവധി എടുത്ത ഒരു 50 ലക്ഷത്തിനപ്പുറം പോകില്ല. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കാ പറയും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പറയും. എത്രയും സ്ഥലത്തായി പ്രശ്നമുള്ളൂ, ബാക്കി ലോകത്ത് ഒരു പ്രശ്നമില്ല. ഇല്ല. അല്ല, കാരണം നമ്മൾ അതിനകത്ത് അറിയാനൊരു എളുപ്പമുണ്ട്. നമുക്ക് എത്ര കെ ഉണ്ട് അതിനകത്ത് നോക്കിയാൽ മതി. 132 കെ ഉള്ളെങ്കിൽ 1,32,000 ഉള്ളൂ. അതേസമയം ഒരു 3 മില്യനൊക്കെ ആയെങ്കിൽ ഇത് കുറച്ച് എയറിൽ കയറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഇനി ഒരു രഹസ്യം ചോദിക്കട്ടെ ടിനി. മമ്മൂക്കയുടെ മുമ്പിലാണല്ലോ ഈ ഭ്രമയുഗം അവതരിപ്പിച്ചത്. അതിനൊക്കെ ഒരു അപാര കരുത്ത് തന്നെ വേണം. അത്